ഹൈ ഡിയർ ഫ്രണ്ട്സ്, ക്യൂട്ട് കിച്ചൺ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിവിടെ ഒരു കപ്പ് ചോറെടുത്തിരിക്കുകയാണ്. നമ്മൾ കഴിക്കുന്ന ചോറ് അതാണ്. ഇത് ഞാൻ ഒരു കപ്പ് ചോറിട്ടു. ഇത് നമ്മുടെ മിക്സിയുടെ ആ ചെറിയ ജാറുണ്ട്, അതിലിട്ടിരിക്കുകയാണ്. എന്നിട്ട് ഇതൊന്ന് അരച്ചുകൊണ്ട് വരാം. നമ്മൾ അരച്ചുകൊണ്ട് വന്നിട്ട് ചോറ് ഒരു അല്പം വെള്ളം ഒഴിച്ച് അരച്ചു. വളരെ കുറച്ച് വെള്ളം മതി, കാരണം ഇത് അരഞ്ഞ് കിട്ടാൻ വേണ്ടിയുള്ള വെള്ളം. ഇനി ഇതിലേക്ക് ഞാൻ അതേ കപ്പിൽ ഒരു 1.25 കപ്പ് റവ, 1.25 കപ്പ് റവയും കൂടെ ഇട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് ഉപ്പും കൂടെ ഇട്ട് അരച്ചുകൊണ്ട് വരാൻ പോവാണ്. ഞാൻ അതേ കപ്പിൽ തന്നെയാണ് ഒരു കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് അരക്കുകയായിരിക്കും നല്ലത്. അപ്പം ഞാനിതിന് ഇത്ര വെള്ളം ഒഴിച്ചു, കാരണം ഇതിന് ചെറിയ ജാറാണ് എടുത്തത്. എന്നിട്ട് നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. അല്പം ഉപ്പിട്ട് ഇനി നമ്മൾ റവയും ചോറും കൂടെ അരച്ചുകൊണ്ട് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം അതിലോട്ട്. ഇത് കട്ടിയാണ്, കുറച്ച് വെള്ളം ഈ ജാറിൽ ഒഴിച്ച് അതും കൂടെ നമുക്ക് ഒഴിക്കാം. മിക്സിയിൽ ഒരു അര കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് അടിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ്. വീണ്ടും നമുക്കിത് ഇളക്കി നോക്കാം പാകത്തിനായോ എന്ന്. അപ്പോൾ നമ്മളിതിനകത്ത് ആ ഒരു കപ്പ് വെള്ളം ഒഴിച്ചു, ആ ജാറിൽ ഒഴിച്ചിട്ട് ഇതിനകത്ത് ഒഴിച്ചു. ഇനി നമുക്ക് അതേ കപ്പിൽ തന്നെ ഒരു 1/4 കപ്പ് തേങ്ങ അതും കൂടി ഇടാം. ഈ വേണമെങ്കിൽ തേങ്ങ നമുക്ക് അരച്ചും ചേർക്കാം കേട്ടോ, പക്ഷെ ഞാൻ അരച്ചില്ല, ഞാൻ അങ്ങോട്ട് ഇടണം. അരച്ചും ചേർക്കാം. പിന്നെ അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ വേണ്ട കുറച്ച് ജീരകം, അതും നിർബന്ധമില്ല, നിങ്ങളുടെ ഇഷ്ടം. ചിലർക്ക് ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടില്ല, ഇഷ്ടമുള്ളവർ മാത്രം ഇട്ടാൽ മതി. നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ചിക്കൻ അടപ്പത്ത് വെച്ചിരിക്കുകയാണ്. ഫ്ലെയിം ഓണാക്കി വെച്ചിട്ടുണ്ട്, ചൂടായി തുടങ്ങി. നമുക്കിതിലേക്ക് ദോശ ഒഴിക്കാം. നമ്മൾ സാധാരണ ദോശയേക്കാളും അല്പം വെള്ളം കൂട്ടിയാണ് ഇരിക്കുന്നത്. സാധാരണ കുറച്ച് കട്ടിയല്ലേ, ഇത് തീരെ കട്ടി കുറവാണല്ലോ. ഇതുപോലെ എടുക്കാം. കട്ടിയാണെങ്കിലും കുഴപ്പമില്ല, പക്ഷെ കട്ടിയായിപ്പോയി ദോശ. നമുക്ക് ഒഴിക്കാം. തീ കുറച്ചെടുത്ത് സാധാരണ ദോശ ഉണ്ടാക്കണ പോലെ തന്നെ നമ്മുടെ ആവശ്യത്തിന് മുഴുപ്പെടുക്കാം. ഞാനിപ്പോൾ ചെറിയ കയ്യിലായതുകൊണ്ടാണ്. വലിയ കയ്യിലെടുത്ത് വലിയ ദോശ ഉണ്ടാക്കാം. വെള്ളം മൂടി വയ്ക്കാം, അടച്ച് വേവിക്കാം. മൂടി മാറ്റി വെച്ചിരിക്കുകയാണ് ഞാൻ. നമുക്കത് നോക്കാം. റവയും ചോറും കൊണ്ടുണ്ടാക്കിയ ദോശ റെഡി ആയിട്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞ അളവിലാണെങ്കിൽ ഒരു 11 ദോശ കിട്ടും. ഈ അളവിലുള്ള ദോശ. അത് നിങ്ങൾക്ക് കൂടുതൽ വേണം, കൂടുതലനുസരിച്ച് കുറവ്, അങ്ങനെ അത് ഈ അളവില്ലേ, അളവ് കൂട്ടിയും കുറച്ച് കൊടുത്താൽ അതനുസരിച്ചൊരു ദോശ കിട്ടും. പിന്നെ ഞാൻ ചെറുതാണ് ഉണ്ടാക്കിയത്, മറ്റത് വലിയ ദോശ നിങ്ങൾക്ക് വേണമെങ്കിൽ ഉണ്ടാക്കാം. പിന്നെ ഇത് റവ ദോശ എന്ന് പറയുമ്പോൾ നമ്മൾ മറ്റേ റവ ദോശയല്ല. റവ കൊണ്ട് ഞാൻ പലതരത്തിൽ ദോശ ഉണ്ടാക്കുന്നുണ്ട് കഴിക്കാനായിട്ട്. പക്ഷെ ഇപ്പം ഇന്ന് നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടെങ്കിൽ കാണിക്കാൻ വേണ്ടി എടുക്കുന്നതേ ഉള്ളൂ. നല്ല ടേസ്റ്റാണിത്. ഇതിനിപ്പോൾ ഞാൻ മുട്ടക്കറിയാണ് കഴിക്കുന്നത്. ചട്നിയോ എന്ത് കറി നിങ്ങൾക്ക് ഇഷ്ടമുള്ള, പിന്നെ ടൊമാറ്റോ ചട്നിയൊക്കെ ഉണ്ടല്ലോ, എല്ലാം ഇതിൻ്റെ കൂടെ നന്നായിട്ട് മാച്ച് ചെയ്യും. എല്ലാവരും ഇത് ഇഷ്ടപ്പെടുന്നതിന് കഴിച്ചു നോക്കുക, ട്രൈ ചെയ്യുക, ഷെയർ ചെയ്യുക. ഇത്രയും നേരം കണ്ടതിന് എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇന്നത്തെ പ്രാതൽ ഇത് റവ കൊണ്ടുള്ള ദോശ. ഞാൻ ഇതിനു മുമ്പ് ഒരു ദോശ കാണിച്ചു റവ കൊണ്ട് തന്നെ. അത് വേറൊരു തരം ദോശയാണ്, ഇത് വേറെ തരം. പലതരത്തിൽ റവ കൊണ്ട് നമുക്ക് പലതരത്തിൽ ദോശ ഉണ്ടാക്കാം, സിമ്പിളായിട്ട്. പിന്നെ വെജിറ്റേറിയൻസിന് പറ്റിയ ദോശയാണ് ഞാനിപ്പോൾ ഉണ്ടാക്കിയത്. പക്ഷേ ഞാൻ കറി മുട്ട എടുത്തു എന്നേ ഉള്ളൂ. വെജിറ്റേറിയൻസിനാകുമ്പോൾ അതിൻ്റെ അവരുടെ കറി, അതായത് സാമ്പാർ, ചട്നി എല്ലാം ഇതിൻ്റെ കൂടെ നല്ല രസമായിട്ട്. ടൊമാറ്റോ ചട്നിയൊക്കെ നല്ലതാണ്. അപ്പം ഞാൻ ഇന്ന് ഉണ്ടാക്കുന്ന റവദോശ തന്നെയാണ്. മറ്റേ റവദോശയല്ല, വലുതല്ല, സാധാരണ റവദോശ. അതിന് ഞാനിപ്പോൾ മുട്ടക്കറിയാണ് ഉണ്ടാകുന്നത്. എന്തായാലും മുട്ട ദിവസം കഴിക്കണം, ഓരോ മുട്ട കഴിക്കണം എന്നാണ്. അപ്പോൾ അതിനു വേണ്ടി അത് കറിയാക്കും. പ്രത്യേകിച്ച് കറി നോക്കണ്ടല്ലോ. നല്ല ടേസ്റ്റാണ്. ഇന്ന് ഈ ദോശയ്ക്ക് എല്ലാ ദോശയും നല്ലതാണ്, പക്ഷേ ഓരോന്നിനും ഓരോ തരത്തിൽ ടേസ്റ്റാണ്. ഇത് ഞാനിപ്പോൾ വീഡിയോ ചെയ്തിടുന്നുണ്ട്.